2025 ജൂൺ 29 സിറാജ് എഡിറ്റോറിയൽ. RSSും ഭരണഘടനാ അസ്പൃശ്യതയും. ഭരണഘടനയിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും ഒഴിവാക്കണമെന്ന RSS നേതാവിന്റെ പ്രസ്താവനയിൽ പുതുമയില്ല. ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്കുള്ള ചവിട്ടുപടി എന്ന നിലയിൽ ഭരണഘടനയിൽ നിന്ന് ഈ രണ്ട് അടിസ്ഥാന തത്വങ്ങളെ നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ മുമ്പ് പലപ്പോഴും അവർ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാനുള്ള പ്രധാന തടസ്സങ്ങളിലൊന്ന് ഭരണഘടനയിലെ ഈ വ്യവസ്ഥകളാണ്. നീതി, സമത്വം, പൗരസ്വാതന്ത്ര്യം തുടങ്ങി ജനാധിപത്യ വ്യവസ്ഥയിലെ പല നിലപാടുകളെയും വെറുക്കുന്ന RSS രാജ്യത്ത് തീർത്തും ബ്രാഹ്മണ്യ സ്വേച്ഛാധിപത്യ ഭരണം നടപ്പാക്കാനാണ് ആഗ്രഹിക്കുന്നത്. മനുസ്മൃതി അടിസ്ഥാനമാക്കിയുള്ള ഒരു ഹിന്ദുത്വ ഭരണമാണ് അവർ വിഭാവനം ചെയ്യുന്നത്. RSS നേതാക്കളും അവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളും ഇക്കാര്യം അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാത്ത വിധം വ്യക്തമാക്കിയതാണ്. അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ അസംബ്ലി 1949 നവംബർ 26 ഭരണഘടനയുടെ കരട് സമർപ്പിച്ച അന്നു മുതൽ തുടങ്ങിയതാണ് ഭരണഘടനയ്ക്കെതിരായ RSSന്റെ നീക്കങ്ങൾ. കരട് സമർപ്പിച്ച ഉടനെ 1949 നവംബർ 30 RSS മുഖവാരികയായ ഓർഗനൈസറിന്റെ മുഖപ്രസംഗത്തിലെ വരികൾ ഇങ്ങനെ: പ്രാചീന ഇന്ത്യയിലെ അതുല്യമായ ഭരണഘടനയെക്കുറിച്ച് ഇപ്പോൾ നിലവിൽ വന്ന ഭരണഘടനയിൽ യാതൊരു പരാമർശവുമില്ല. വിധേയത്വവും അനുസരണയും ദൃഢതയും പ്രചോദിപ്പിക്കുന്ന മനുസ്മൃതിയെ ലോകം മുഴുവൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഭരണഘടനാ നിർമ്മാതാക്കൾ ഇതിനൊരു വിലയും കൽപ്പിച്ചില്ല. മനുസ്മൃതിയാകണം ഇന്ത്യൻ ഭരണഘടനയെന്ന തുറന്ന പറച്ചിലാണ് ഓർഗനൈസർ നടത്തിയത്. ഇതര മതങ്ങളെയും സംസ്കാരങ്ങളെയും അംഗീകരിക്കാത്ത ഹിന്ദുത്വ സാംസ്കാരിക ദേശീയതയാണ് RSS സ്ഥാപക നേതാവായ കേശവ് ഹെഡ്ഗേവാർ സ്വപ്നം കണ്ടതും സ്ഥാപിക്കാൻ ശ്രമിച്ചതും. 1947 ആഗസ്റ്റ് 14 മുഖപ്രസംഗത്തിൽ ഓർഗനൈസറും ഇത് തുറന്നെഴുതി. ദേശരാഷ്ട്രത്തിന്റെ തെറ്റായ നിർവചനങ്ങൾക്ക് നാം ഭയപ്പെടരുത്. ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമായുള്ള ഹിന്ദുസ്ഥാനാണ് നമ്മുടെ ലക്ഷ്യം. ഹിന്ദുസ്ഥാനിൽ ഹിന്ദുക്കളാണ് രാഷ്ട്രം രൂപവൽക്കരിക്കേണ്ടത്. കരുത്തുറ്റതും സുരക്ഷിതവുമായ അടിത്തറയ്ക്കുമേലാകണം ദേശീയ ഘടന പടുത്തുയർത്തേണ്ടത് എന്ന വസ്തുത അംഗീകരിക്കാൻ തയ്യാറാകുന്നതിലൂടെ മാത്രമേ ഇപ്പോഴത്തെ മാനസിക വിഭ്രാന്തി മാറാനും വർത്തമാനത്തിലും ഭാവിയിലും ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാനുമാവുകയുള്ളൂ. ഹിന്ദുക്കൾ, ഹിന്ദു പാരമ്പര്യം, ഹിന്ദു സംസ്കാരം, ആശയങ്ങൾ, അഭിലാഷങ്ങൾ എന്നിവയുടെ അടിത്തറയിലായിരിക്കണം രാഷ്ട്രം കെട്ടിപ്പടുക്കേണ്ടത്. ഒരു പ്രത്യേക കാഴ്ചപ്പാടോടെ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടെ സ്വത്വം പ്രതിഫലിപ്പിക്കുന്നില്ല. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് 1947 ആഗസ്റ്റ് 15 2024 ജനുവരി 22 നടന്ന രാംലല്ല പ്രതിഷ്ഠയോടെയാണെന്ന നിലവിലെ സർ സംഘചാലക് മോഹൻ ഭഗവതിന്റെ പ്രസ്താവനയുടെ ധ്വനിയും മറ്റൊന്നല്ല. കോട്ടിട്ട സായിപ്പന്മാർ എഴുതിയ ഈ പണ്ടാരം നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ഇത് കത്തിക്കേണ്ട കാലം അതിക്രമിച്ചു. അങ്ങനെയൊരു കാലം താമസിയാതെ സംജാതമാകുമെന്നാണ് ഭരണഘടനയെ അപഹസിച്ച് BJP നേതാവ് അഡ്വക്കേറ്റ് മുരളീധരൻ ഉണ്ണിത്താൻ പ്രസംഗിച്ചത്. ശബരിമലയിൽ സ്ത്രീ പ്രവേശം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്കെതിരെ പത്തനംതിട്ടയിലെ കുമ്പയിൽ സംഘടിപ്പിച്ച യോഗത്തിലായിരുന്നു ഉണ്ണിത്താന്റെ പരാമർശം. തങ്ങൾക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ ഭരണഘടന മാറ്റിയെഴുതുമെന്ന് BJP നേതാവും MP-യുമായിരുന്ന അനന്ത്കുമാർ വ്യക്തമാക്കിയിരുന്നു. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസം, മതേതരത്വം എന്നീ പദങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഡൽഹിയിൽ ഹിന്ദുസ്ഥാൻ സമാചാർ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക അനുസ്മരണ ചടങ്ങിൽ RSS ജനറൽ സെക്രട്ടറി ദത്തോത്രേയ ഹൊസബോളെ ആവശ്യപ്പെട്ടത്. അംബേദ്കർ കൊണ്ടുവന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസവും മതേതരത്വവും ഇല്ലായിരുന്നു. അടിയന്തരാവസ്ഥാ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഇത് എഴുതിച്ചേർത്തതെന്നാണ് തന്റെ നിലപാടിന് ന്യായീകരണമായി ഒസബോളെ പറയുന്നത്. ഈ രണ്ട് പദങ്ങളോട് മാത്രമല്ല, ഭരണഘടനയിലെ പല ആശയങ്ങളോടും കടുത്ത എതിർപ്പുണ്ട് RSSന്. ഭരണഘടനയിൽ ഹിന്ദുവേതര മത, സാംസ്കാരിക, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് രാഷ്ട്രീയാസ്തിത്വം, സ്വത്വപ്രാതിനിധ്യവും അംഗീകരിച്ചതിൽ RSS നേതൃത്വം കടുത്ത അതൃപ്തരാണ്. ഹിന്ദുത്വ രാഷ്ട്രമെന്ന അവരുടെ സങ്കല്പമാണ് ഇതോടെ തകർന്നത്. എന്താണ് RSS വിഭാവന ചെയ്യുന്ന രാഷ്ട്രമെന്ന് സംഘടനയുടെ പ്രമുഖ നേതാവ് ഗോൾവാൾക്കർ നാം നമ്മുടെ രാഷ്ട്രം നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും തങ്ങളുടെ ആഭ്യന്തര ശത്രുക്കളാണ്. അവരില്ലാത്ത ഒരു രാജ്യമാണ് RSSന്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്.
ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി അടിസ്ഥാനമാക്കി രാജ്യത്ത് ഭരണം സ്ഥാപിതമായാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് സിദ്ധിനാഥാനന്ദ സ്വാമിയുടെ മനുസ്മൃതി വ്യാഖ്യാനത്തിൽ ഡോക്ടർ NV കൃഷ്ണവാര്യർ എഴുതിയ അവതാരികയിൽ നിന്ന് വ്യക്തമാണ്. ബ്രാഹ്മണനെ അങ്ങേയറ്റം പുകഴ്ത്തുന്നു. ശൂദ്രന് എന്തെങ്കിലും അവകാശമുള്ളതായി കരുതുന്നില്ല. വർണ്ണബാഹ്യരുടെ കാര്യം പറയേണ്ടതുമില്ല. സ്ത്രീകളെ പലയിടത്തും വാഴ്ത്തുന്നുണ്ടെങ്കിലും പുരുഷാധീശ്വത്വത്തെയാണ് സർവാത്മന അംഗീകരിക്കുന്നത്. മനുസ്മൃതിയിലെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ സങ്കല്പിക്കുക പോലും പ്രയാസമാണ്.